ഓൾ ടൈം ഹൈയിൽ നിന്നും ഹെവി ഡിസ്കൗണ്ടിൽ ലഭ്യമായതും 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നതുമായ ടാറ്റ ഗ്രൂപ്പിലെ 2 സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഈ 2 സ്റ്റോക്കുകളും ഇപ്പോൾ ഡൗൺവേർഡ് ട്രെൻഡിലാണ്. സ്റ്റോക്കുകളിൽ ട്രെൻഡ് ലൈൻ റിവേഴ്സലുമായി ബന്ധപ്പെട്ട സിഗ്നലുകൾ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്റ്റാണ്. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ ടെക്നോളജി ലിമിറ്റഡ്. ടാറ്റ ടെക്നോളജി കഴിഞ്ഞ ദിവസം 1010 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ 982, 52 വീക്ക് ലോയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. വാല്യൂഷൻ 60, മാർക്കറ്റ് ക്യാപ്പ് 41,000 കോടിയുടേത്. ടാറ്റ ടെക്നോളജി എന്ന കമ്പനി ഡിജിറ്റൽ സൊല്യൂഷൻസ് ആൻഡ് ഓട്ടോമൊബൈൽ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 29%, പ്രോഫിറ്റ് ഗ്രോത്ത് 42%, ROE 22%. ടാറ്റ ടെക്നോളജിയുടെ 52 വീക്ക് ഹൈ 1400, 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭ്യമാകുന്നു. ടാറ്റ ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു വളർച്ച കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് ഡൗൺവേർഡ് ട്രെൻഡിൽ തുടരുന്നത്. ഇയർ ഓൺ ഇയർ സെയിൽസ് 1400 കോടിയിൽ നിന്നും 1300 കോടിയിലേക്ക് ഇടിയുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ 17% നിന്നും 18% ഇംപ്രൂവ് ആവുകയും ചെയ്തു. 217 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 187 കോടിയിലേക്കാണ് ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞത്. ഈ മോശം റിസൾട്ടും അതുപോലെ തന്നെ കമ്പനിയുടെ ഒരു മ്യൂട്ടഡ് ഗ്രോത്തിൻ്റെയും ഇമ്പാക്റ്റാണ് സ്റ്റോക്ക് 52 വീക്ക് ലോയ്ക്ക് അടുത്തെത്തിയത്. 3140 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 287 കോടി രൂപയുടെ കടമാണുള്ളത്. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 2.02% നിന്നും 1.10% ഇടിഞ്ഞു. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 2.5% നിന്നും 1.5% ഇടിയുകയും പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 40% നിന്നും 42% ഉയരുകയും ചെയ്തു. ടാറ്റ ടെക്നോളജിയുടെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ സ്റ്റോക്ക് ഡൗൺവേർഡ് ട്രെൻഡിലാണ്. ട്രെൻഡ് റിവേഴ്സലിൻ്റെ സിഗ്നൽ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതേസമയം ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 1000-നടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. 975 സ്റ്റോക്കിൻ്റെ മറ്റൊരു പ്രധാന സപ്പോർട്ട്. 975 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് ഇടിയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ബോട്ടം ലെവലിൽ പൊസിഷൻ എടുക്കുന്നവർ പോലും 975 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. രണ്ടാമത്തേത് ടാറ്റ എൽക്സി ലിമിറ്റഡ്. ടാറ്റ എൽക്സി ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.3% ഇടിഞ്ഞ് 7083 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 6400 സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ, 9200 52 വീക്ക് ഹൈ. ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഡീസൻറ്റ് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. 43,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ടാറ്റ എൽക്സിയുടെ വാല്യൂഷൻ ടാറ്റ ടെക്നോളജിയേക്കാളും കുറവാണ്. ടാറ്റ ടെക്നോളജിയുടെ വാല്യൂഷൻ 60 ആയപ്പോൾ ടാറ്റ എൽക്സിയുടെ വാല്യൂഷൻ 55.46. കഴിഞ്ഞ 6 മാസം കൊണ്ട് സ്റ്റോക്ക് 18% റിട്ടേൺ നൽകുകയും കഴിഞ്ഞ 1 വർഷം കൊണ്ട് സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്ത് 6% നെഗറ്റീവ് റിട്ടേൺ നൽകുകയും ചെയ്തു. ടാറ്റ ടെക്നോളജി എന്ന കമ്പനി ഓട്ടോമൊബൈൽ, മീഡിയ കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് കെയർ തുടങ്ങിയ സെക്ടറിൽ ടെക്നോളജി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ROE 34%, ROCE 42.7%. വാല്യൂഷൻ 55.5, 52 വീക്ക് ഹൈ 9200. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത്. 30% നിന്നും ഓപ്പറേറ്റിംഗ് മാർജിൻ 29% ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് 206 കോടിയിൽ നിന്നും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 197 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. പ്രീവിയസ് ഇയറുമായും അതുപോലെ തന്നെ കഴിഞ്ഞ 3 ക്വാർട്ടറുകളുമായി കമ്പനിയുടെ പെർഫോമൻസ് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ രീതിയിലുള്ള ഒരു മോശം പെർഫോമൻസ് ടാറ്റ എൽക്സി എന്ന കമ്പനിയുടെ സൈഡിൽ നിന്നും കാണുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് IT സെഗ്മെൻറ്റിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും റിക്കവറി വന്നിട്ടും ടാറ്റ എൽക്സി എന്ന സ്റ്റോക്കിൽ റിക്കവറി വരാത്തത്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 25%, പ്രോഫിറ്റ് ഗ്രോത്ത് 29%, ROE 37%. 2443 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 225 കോടി രൂപയുടെ കടമാണുള്ളത്. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 15 നിന്നും 14.5 ഇടിഞ്ഞപ്പോൾ DIS സ്റ്റേക്ക് ഹോൾഡിംഗ് 5.7 നിന്നും 6% ഉയർത്തി. പബ്ലിക്കിന് 35%, പ്രൊമോട്ടേഴ്സിന് 43.92% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. ടാറ്റ ടെക്നോളജി, ടാറ്റ എൽക്സി തുടങ്ങിയ സ്റ്റോക്കുകൾ 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ടാറ്റ എൽക്സിയുടെ ക്വാർട്ടർലി റിസൾട്ട് ജൂലൈ 10 പുറത്തു വരുന്നത്. ക്വാർട്ടർലി റിസൾട്ടിനനുസരിച്ച് അല്ലെങ്കിൽ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണെങ്കിൽ സ്റ്റോക്കിൽ ഉയർന്ന ഒരു മൊമെൻറ്റം പ്രതീക്ഷിക്കാം. കാരണം മറ്റുള്ള ഒട്ടുമിക്ക IT സ്റ്റോക്കുകളും റിക്കവർ ആയിട്ടും ടാറ്റ എൽക്സി എന്ന സ്റ്റോക്ക് റിക്കവർ ആയിട്ടില്ല. റിക്കവർ ആവാത്തതിന് പിന്നിലെ പ്രധാന കാരണം ഇപ്രാവശ്യവും മാർക്കറ്റ് ഈ കമ്പനിയിൽ നിന്നും മ്യൂട്ടഡ് ഗ്രോത്ത് അല്ലെങ്കിൽ മോശം റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതിന് വിപരീതമായി മികച്ച ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കോൺട്രാ ബെറ്റ് എന്ന രീതിയിൽ 52 വീക്ക് ലോയ്ക്കടുത്ത് ലഭിക്കുന്ന സ്റ്റോക്കുകളെ സപ്പോർട്ട് പ്രൈസിൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ടാറ്റ എൽക്സി എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്